നമസ്കാരം. കൊടകരയിൽ പിടിച്ചെടുത്ത കുഴൽപ്പണം ബി.ജെ.പിയെ നിലയില്ലാ കയത്തിലാക്കുമ്പോൾ എല്ലാ അന്വേഷണവും കഴിഞ്ഞിട്ടും ഒന്നും കണ്ടെത്താനായില്ലെന്ന വാദവുമായി ബി.ജെ.പി നേതാക്കൾ. സുരേന്ദ്രനെ മാത്രമല്ല ബി.ജെ.പിയെ ആകെ തകർക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കമെന്നാരോപിച്ച് ഇതുവരെ രംഗത്ത് വരാതിരുന്ന കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖൻ എം.ടി. രമേശും ഇന്ന് പ്രതിരോധം തീർക്കാനെത്തി. സുരേന്ദ്രവേട്ടയുടെ രണ്ടാം പർവം എന്ന പുതിയ വിശേഷണവും രമേശ് നൽകി. കുമ്മനത്തിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ഗവർണറെ കണ്ടും പരാതി കൊടുത്തു. ഒന്നും കണ്ടെത്താനായില്ലെന്നതിന് ബി.ജെ.പി നേതാക്കൾ ആധാരമാക്കുന്നത് പണം തന്റേതാണെന്ന് ധർമ്മരാജൻ കോടതിയിൽ ഹർജി നൽകിയതാണ്. തന്റെയും സുനിൽ നായിക്കിന്റെയും കൂടി 3.5 കോടി, ഷംജീറിന്റെ എർട്ടിഗ കാർ, ഇതാണ് ധർമ്മരാജന്റെ വാദം. തനിക്ക് കമ്മീഷൻ കിട്ടുമെന്ന് പോലീസിന് മൊഴി നൽകിയ ധർമ്മരാജൻ പെട്ടെന്ന് പണത്തിന്റെ അവകാശവാദവുമായി രംഗത്തെത്തിയത് ആർക്കു വേണ്ടിയാണ്? എന്തായാലും ധർമ്മരാജന്റെ ഹർജി കോടതി മടക്കി. പുതിയ ഹർജിയുമായി വരാൻ കോടതിയുടെ നിർദ്ദേശം. കുഴലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകരുതെന്ന UDFന്റെ മുന്നറിയിപ്പും അന്വേഷണത്തിന്റെ ഈ പോക്കിൽ പ്രസക്തമോ? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. കുഴലിനറ്റം കാണാൻ സമയമായില്ലേ? ശ്രീ S.K. സജീഷ്, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരാണ് സൂപ്പർ പ്രൈം ടൈമിൽ ചേരുന്നത്. ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, ഏതന്വേഷണവും നേരിടാൻ തയ്യാർ, തലയിൽ മുണ്ടിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് പോവുകയില്ല, ആരെപ്പോൾ വിളിച്ചാലും വരാൻ തയ്യാർ, ഇതൊക്കെയാണ് ബി.ജെ.പി നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന വാദം വീണ്ടും ഉയർത്തുക മാത്രമല്ല, ഗവർണർക്ക് പോലും പരാതി നൽകുന്നത് എന്തുകൊണ്ടാണ്? അന്വേഷണം എങ്ങോട്ട് വരുന്നു എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തടയിടുവാനുള്ള ഒരു തന്ത്രമാണോ ഇപ്പോൾ ബി.ജെ.പി പയറ്റുന്നത്? അതുമാത്രമല്ല, ജനങ്ങൾക്ക് മുന്നിൽ ഈ അന്വേഷണത്തിൽ ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ബി.ജെ.പിക്കെതിരെ എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമോ? മഞ്ജുഷേ, 2 മാസക്കാലത്തിലധികമായല്ലോ നമ്മളിത് ചർവണം ചെയ്യുന്നു. ഇതാ ഇന്ന് നാളെ മറ്റന്നാൾ ബി.ജെ.പി നേതാക്കളെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ബി.ജെ.പി നേതാക്കളെ ഇങ്ങനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുക വിടുക എന്നല്ലാതെ മറ്റൊരു നടപടിയിലേക്കും പോകാതെ 10-21 പേരെ അറസ്റ്റ് ചെയ്തിട്ടും, റോബറി കേസുമായി ബന്ധപ്പെട്ട് 10-21 പേരെ അറസ്റ്റ് ചെയ്തിട്ടും, അതിലൊരു ബി.ജെ.പിയുടെ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റിനെ പോലും അറസ്റ്റ് ചെയ്യാതെ ബി.ജെ.പിയുമായി ഇതിനെ ഒരു തരത്തിലും ബന്ധിപ്പിക്കാൻ കഴിയുന്ന തെളിവിൻ്റെ ഒരു കണിക പോലും കണ്ടെത്താൻ കഴിയാതെ സംസ്ഥാനത്തെ പോലീസ് ഇങ്ങനെ ബി.ജെ.പിയെ ഒരു ഷെയ്ഡിൽ നിർത്താൻ വേണ്ടി, ഒരു നിഴലിൽ നിർത്താൻ വേണ്ടി, ആരോപണ വിധേയരാക്കി നിർത്തി ബി.ജെ.പിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ നാടകം ഞങ്ങൾ 2 മാസക്കാലം സഹിച്ചു. ഞങ്ങൾ നിയമത്തിന് പൂർണ്ണമായും വിധേയരായി കൊണ്ട് ചോദിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ നേതാക്കൾ ചെന്നു, മൊഴി കൊടുത്തു, തിരിച്ചു പോന്നു. നേരത്തെ പറഞ്ഞതുപോലെ തലയിൽ മുണ്ടിട്ട് അർദ്ധരാത്രി ഒന്നുമല്ല, പകലിൽ തന്നെ പാർട്ടിയുടെ തന്നെ ഔദ്യോഗിക വാഹനത്തിൽ പോയി അന്തസ്സായി പോയി മൊഴി കൊടുത്ത് തിരിച്ചു വന്നു. അന്വേഷണവുമായി എല്ലാ ഘട്ടത്തിലും സഹകരിച്ചു. 2 മാസക്കാലം കഴിഞ്ഞിട്ടും ഒരു തെളിവിൻ്റെ ഒരു കണിക പോലും കിട്ടാതെ ബി.ജെ.പിയെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയാതെ ഒടുവിൽ ഈ പണം മുഴുവൻ ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് സോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇതിൽ പണം നഷ്ടപ്പെട്ട ആളുകൾ കോടതിയിൽ പോയി കോടതിക്ക് മുൻപാകെ തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇനി ഈ കേസിനെ എങ്ങനെയാണ് ബി.ജെ.പിയുമായി ബന്ധപ്പെടുന്നത്? എങ്ങനെയാണ് ഇത് ബി.ജെ.പിയുടെ കള്ളപ്പണമാകുന്നത്? താങ്കൾ അവസാനം പറഞ്ഞതാണല്ലോ ഇതിൽ ഞങ്ങളുടെ വാദത്തിന് ബലം നൽകുന്നത്. ധർമ്മരാജൻ എന്നയാൾ, അയാളുടെ പണം നഷ്ടപ്പെട്ടു. അയാളുടെ മാത്രമല്ല, സുനിൽ നായിക് എന്ന ഒരാളുടെ പണം, അത് 25 ലക്ഷം, ധർമ്മരാജൻ്റെ 3.25 കോടി രൂപ. പിന്നെ ധർമ്മരാജൻ്റെ ബിസിനസ് പാർട്ട്ണർ കൂടിയാണ്, ആ ദിവസം ഡ്രൈവറായിരുന്നു. ഷംജീറിൻ്റെ എർട്ടിഗ കാർ, ഇവ നഷ്ടപ്പെട്ടു എന്ന് ആദ്യമായിട്ട് ധർമ്മരാജൻ സമ്മതിക്കുകയാണ് ഈ ഹർജിയിലൂടെ. എന്തുകൊണ്ട് ഈ മോഷണം നടന്നതിന് ശേഷം ഈ വിവരം ധർമ്മരാജൻ പോലീസിൽ പരാതിയായി നൽകിയില്ല? 3.25 കോടി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഒരു ഘട്ടത്തിലും ധർമ്മരാജൻ പറഞ്ഞിട്ടില്ല, ഒരു സ്റ്റേഷനിലും പരാതി നൽകിയിട്ടില്ല ധർമ്മരാജൻ ഈ 3.25 കോടി രൂപ നഷ്ടപ്പെട്ടതായി. ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് കാര്യങ്ങൾ നീളുമ്പോൾ എങ്ങനെ ധർമ്മരാജന് പൊടുന്നനെ ഈ ബുദ്ധി ഉദിച്ചു? എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഡിജിറ്റൽ തെളിവുകളുണ്ട്, പണത്തിൻ്റെ എല്ലാ സോഴ്സുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാൻ? അതിലും സംശയമാണ്, സ്വാഭാവികമാണ് ഇതൊക്കെ. ശ്രീ സന്ദീപ് വാര്യർ. മഞ്ജുഷ, നമുക്ക് ഈ ചർച്ച തുടങ്ങും മുമ്പ് ഈ കേസിന് 2 ഭാഗങ്ങളിൽ നിന്നറിയാം. അതായത് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു FIR ഉണ്ട്. ആ FIRൽ അന്വേഷിക്കുന്നത് ഈ പറയുന്ന റോബറിയാണ്, പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സംഭവമാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണല്ലോ ആദ്യത്തെ ആരോപണങ്ങൾ മുഴുവൻ ഉണ്ടായത്. എന്തായിരുന്നു ആരോപണം? പണം പോകുന്നത് ഒറ്റി കൊടുത്തത് ബി.ജെ.പി നേതാക്കൾ തന്നെയാണ്. ആ ബി.ജെ.പി നേതാക്കൾക്ക് ഇതിൽ ബന്ധമുണ്ട്.
അതുകൊണ്ട് ഇതാ BJP നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആദ്യ ദിവസങ്ങളിലൊക്കെ ചർച്ച നടത്തി വലിയ തോതിൽ മാധ്യമങ്ങളൊക്കെ നേതാക്കളുടെ പേരുകൾ നൽകി BJPയെ അധിക്ഷേപിക്കാൻ നോക്കിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കേസ് അത് മാറ്റി നിർത്തുക. കേസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതൊക്കെ മാറ്റി നിർത്തുക. അല്ല, 3.5 കോടിയാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്ന വിവരവും പുറത്തു വന്നു. ഞാൻ പറയട്ടെ, ഈ കേസിൽ രണ്ട് ഭാഗമുണ്ടല്ലോ. ആദ്യ ഭാഗം റോബറി കേസിൽ എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പോലെ മഞ്ജുഷ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പൂർത്തിയായതിനു ശേഷം മഞ്ജുഷ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഹലോ. മഞ്ജുഷ, ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിന് 2 ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടം എന്ന് പറഞ്ഞാൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR റോബറി കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ റോബറി കേസിൽ എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ നിങ്ങൾ ആരോപിച്ചിരുന്നത് പോലെ BJP നേതാക്കളെ 10-60 ദിവസക്കാലം കഴിഞ്ഞിട്ടും ഒരാളെ പോലും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിന് മറുപടി പറയേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരാണ് മറുപടി പറയേണ്ടത്. കാരണം കേരള പോലീസാണ് അന്വേഷിക്കുന്നത്. കേരള പോലീസിന് അന്വേഷിക്കാൻ മാൻഡേറ്റ് ഉള്ള ഒരേ ഒരു ഭാഗം ഈ കേസിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ പറയുന്ന റോബറി കേസാണ്. ആ റോബറി കേസിൽ ഇതുവരെ BJPയുടെ ഒരു നേതാവിനെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കും അറിയാമല്ലോ. മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി സഭയിൽ നടന്നിട്ടുള്ള ചർച്ചയിൽ BJPയുടെ പേര് ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞോ? BJPയുടെ കള്ളപ്പണം എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് സംവിധാനം അന്വേഷിക്കുന്ന കേസിൽ BJPയുമായി ബന്ധപ്പെടുത്താൻ പറ്റിയ ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയ്ക്കകത്ത് അദ്ദേഹം BJPയുമായി ഇതിനെ ബന്ധപ്പെടുത്തി പറയാതിരുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് BJPയുടെ പണമാണെന്ന് പറയാമായിരുന്നല്ലോ. പിണറായി വിജയൻ ഒരു മോശക്കാരനായ രാഷ്ട്രീയക്കാരനല്ലല്ലോ. BJPയെ അടിക്കാൻ കിട്ടുന്ന ഒരു വടി അദ്ദേഹം വെറുതെ കളയുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. BJPയുമായി സ്വാഭാവികമായി വിരോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, പാരമ്പര്യമായി തന്നെ വലിയ BJP വിരോധിയായ പിണറായി വിജയൻ എന്തേ BJPക്കെതിരെ ഒരു വാക്കുമുണ്ടാതിരുന്നത്? BJPക്കാരുടെ പണമാണെന്ന് പറയാതിരുന്നത്? അപ്പൊ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നിയമസഭയ്ക്കകത്ത് പറയാൻ കഴിയില്ല. കാരണം തെളിവുകളില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വസ്തുത. ഒന്ന്, അതുകൊണ്ട് റോബറിയുമായി ബന്ധപ്പെടുത്തി ഇനി BJPയെ അപകീർത്തിപ്പെടുത്താൻ പറ്റില്ല. അപ്പോഴാണ് രണ്ടാമത്തെ ഘട്ടം. എന്ത്, ഇത് കുഴൽപ്പണമാണെന്ന് പറയുന്നു, അല്ല ഇത് കള്ളപ്പണമാണെന്ന് പറയുന്നു. ഇതിൽ ഏതാ, കുഴലാണോ കള്ളപ്പണമാണോ? അത് ഈ ആരോപിക്കുന്നവർ പറയട്ടെ. കുഴൽപ്പണം എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് ഹവാല റൂട്ട് വഴി കിടത്തുന്നതാണ്. കള്ളപ്പണം എന്ന് പറയുന്നത് ബ്ലാക്ക് മണി. ഇതിൽ ഏതാണെന്നുള്ളത് ഈ ആരോപിക്കുന്നവർ പറയട്ടെ. ശരി, ഇനി BJPയുടെ കള്ളപ്പണമാണെങ്കിൽ BJPയുമായി ബന്ധപ്പെടുത്താനുള്ള എന്ത് തെളിവ് നിങ്ങൾക്ക് കിട്ടി? 3.5 കോടി ഉണ്ടെന്ന് പറഞ്ഞു. 1.5 കോടി 1,40,00,000 സീസ് ചെയ്തു, സ്വർണം സീസ് ചെയ്തു എന്ന് പറയുന്നു. അത് മുഴുവൻ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ കോടതിക്ക് മുന്നേ വേറെ മാധ്യമങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ പോലീസിന് മുന്നിലോ അല്ല, കോടതിയുടെ മുന്നിൽ പോയിട്ട് അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഈ 3.5 കോടിയുടെ കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ, ഈ 2.5 മാസത്തെ കാലയളവ്, 2-ാം തീയതി രാത്രി 3-ാം തീയതി പുലർച്ചെ നടന്ന ഈ മോഷണമാണല്ലോ. അതിൽ പരാതി കൊടുത്തത് തന്നെ 7-ാം തീയതിയാണ്. അവിടെയൊന്നും ഈ പണം തൻ്റേതാണെന്ന് ധർമ്മരാജൻ പറഞ്ഞിട്ടില്ല. പൊടുന്നനെ എങ്ങനെ ധർമ്മരാജൻ രംഗത്ത് വന്നു എന്നാണ്. 25 ലക്ഷം മോഷണം പോയത്, പരാതി നൽകിയത് ഷംജീറാണ്. ഇപ്പോൾ ധർമ്മരാജൻ കോടതിയിൽ പറയുന്നു ഇത്രയും നാളുകൾക്ക് ശേഷം എൻ്റേതാണെന്ന്. ആ ഹർജി എന്തായാലും കോടതി മടക്കിയിട്ടുണ്ട്, പൊരുത്തക്കേടുള്ളത് കൊണ്ട്. അതുമാത്രമല്ല, പോലീസിന് ഇക്കാര്യത്തിൽ ഇതിനെ എതിർക്കാൻ പോവുകയാണ്. കാരണം ധർമ്മരാജൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇതല്ല, ഇപ്പോൾ ഹർജിയിൽ പറയുന്ന കാര്യമല്ല. അല്ല, ഒന്ന് കോടതി ഇന്ന് മടക്കിയത് സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാണിച്ചിട്ടാണ്. 3 പേരും സെപ്പറേറ്റ് കൊടുക്കണം എന്നോ മറ്റോ പറഞ്ഞ് സാങ്കേതിക പിഴവ് നിങ്ങൾക്ക് വീണ്ടും സമർപ്പിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും അത് സമർപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ബാക്കി ചോദ്യങ്ങൾ, അതായത് എന്തുകൊണ്ട് ടൈമിംഗ് സംബന്ധിച്ച ചോദ്യം, ഏത് കാര്യത്തിലും ഏത് വിഷയത്തിന്റെ കാര്യത്തിലും നമുക്ക് എല്ലാവർക്കും ക്ലീഷേ ആയി ഉന്നയിക്കാവുന്ന ഒരു ആരോപണമാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് നേരത്തെ കൊടുത്തു എന്ന് ചോദിക്കാം, എന്തുകൊണ്ട് നാളെ കൊടുക്കുന്നു എന്ന് ചോദിക്കാം. അതുകൊണ്ട് ഈ ക്ലീഷേ ആയിട്ടുള്ള ടൈമിംഗ് എന്ന ആരോപണത്തിന് മറുപടി പറയാൻ ഞാനില്ല. അത് ധർമ്മരാജൻ പറയേണ്ട മറുപടിയാണ്. ഞാൻ BJPയുടെ വക്താവാണ്. അത് ഞാൻ ധർമ്മരാജന്റെ വക്താവാണ്. ധർമ്മരാജന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് BJP നേതാക്കളിലേക്ക് അന്വേഷണം പോയത് എന്ന കാര്യം താങ്കൾക്ക് അറിയാമല്ലോ. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, ആരെയും പ്രതി ചേർത്തിട്ടില്ല. അതെല്ലാം ശരിയാണ്. അന്വേഷണം അവസാനിപ്പിച്ചിട്ടുമില്ല. അതിനു മുമ്പാണ് താങ്കൾ ഇത് പറയുന്നത്. പക്ഷേ ഈ ധർമ്മരാജന്റെ മൊഴിയും ഇപ്പോൾ ധർമ്മരാജൻ കോടതിയിൽ ഹർജി നൽകിയതും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. അതാണ് അതിലെ വൈരുദ്ധ്യമായി കടന്നു വന്നിരിക്കുന്നതും. ആ സംശയം അങ്ങനെ തന്നെ നിൽക്കുന്നതും. താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ ചോദിക്കുന്നത്, പോലീസിന് മുന്നിൽ കൊടുത്ത മൊഴിയാണോ കോടതിയിൽ കൊടുത്ത മൊഴിയാണോ? അല്ല, പോലീസിന് മുന്നിൽ കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ പറയുന്നതിനാണോ നിയമത്തിൽ സാങ്കത്യമുള്ളത് എന്ന് അത് നിയമവിദഗ്ധർ അത് സംബന്ധിച്ച് പറയട്ടെ. ഇനി പോലീസിന് അതിൽ എതിർപ്പുണ്ടെങ്കിൽ കോടതിയിൽ പറയട്ടെ, കോടതി തീരുമാനിക്കട്ടെ. സബ്ജുഡിസ് നഷ്ടപ്പെട്ട ആളുകൾ സധൈര്യം മുന്നോട്ട് വന്ന് ഞങ്ങളുടെ കയ്യിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ,
ഇതുവരെയായിട്ടും പണം ഒരു നഷ്ടപ്പെട്ട ഒരു ആളുകൾ ബി ജെ മുന്നോട്ട് പി വന്നിട്ട് പ്രവർത്തകനെ ഞങ്ങളുടെ പണമാണെന്ന് പോലും പറയുമ്പോൾ ശരി താങ്കളിലേക്ക് വരാം. നിങ്ങൾ എങ്ങനെയാണ് മറ്റു രണ്ടുപേരും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും സമയം താങ്കൾക്ക് തന്നുവല്ലോ. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒരു ബി ജെ പി പ്രവർത്തകൻ പോലും കേസിൽ പ്രതിയല്ല, ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്യൽ ഇങ്ങനെ തുടരുകയുമാണ്. പക്ഷേ ഇവിടെ ധർമ്മരാജൻ തന്നെ രംഗത്ത് വരികയാണ്. എൻ്റേതാണ് പണം, എൻ്റെയും സുനിൽ നായിക്കിൻ്റെയും പണവും ഷംജീറിൻ്റെ എർട്ടിക കാറുമാണ് മോഷണം പോയത്, അതിന് 8 ലക്ഷമാണ് മൂല്യം വെച്ചിരിക്കുന്നതും. നേരത്തെ FIR-ൽ ഉണ്ടായിരുന്ന 33 ലക്ഷമാണ് ആകെ, 25 ലക്ഷവും പിന്നെ 8 ലക്ഷത്തിൻ്റെ എർട്ടിക കാറും. അങ്ങനെയല്ല 3.50 കോടി രൂപ ഒപ്പം എർട്ടിക കാർ. ഇത് ധർമ്മരാജൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. പിന്നെ എവിടെ കള്ളപ്പണവും കുഴൽപ്പണവും എന്നാണ് BJP-യുടെ വാദം. ശ്രീ മഞ്ജുഷ്, സന്ദീപ് വാര്യർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ധർമ്മരാജൻ്റെ ഭാഗമെല്ലാം പറഞ്ഞതിന് ശേഷം സന്ദീപ് വാര്യർ പെട്ടെന്നാണ് ഓർത്തത് ധർമ്മരാജനെ വാദിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ എന്നോർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ധർമ്മരാജൻ്റെ കാര്യം എനിക്കറിയില്ല, ഞാൻ BJP-യുടെ വക്താവായിട്ടാണ് ഇരിക്കുന്നത്, ധർമ്മരാജൻ്റെ കാര്യം ധർമ്മരാജനോട് തന്നെ ചോദിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ ഈ മാതൃഭൂമിയുടെ ഈ ചർച്ച കേട്ട ആളുകൾക്കൊക്കെ മനസ്സിലായി സന്ദീപ് വാര്യർ ആദ്യ പാദത്തിൽ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ധർമ്മരാജന് വേണ്ടിയിട്ടാണെന്ന്. ഇനിയും താങ്കൾ പറഞ്ഞ ഇന്നത്തെ ഈ കോടതിയിൽ കൊടുത്ത ഈ പ്ലീയുടെ അടിസ്ഥാനത്തിലാണല്ലോ സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ ഞങ്ങളിതാ ഈ കേസ് അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ചില പൊരുത്തക്കേടുകൾ പറയാം. ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞു ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ക്ലീഷയായി ഉപയോഗിക്കുന്ന ഒരു പദമാണെന്ന്. അങ്ങനെ വളരെ നിസ്സാരവൽക്കരിച്ച് ലളിതവൽക്കരിക്കുവാൻ കഴിയുന്ന ഒന്നല്ലല്ലോ ഇവിടുത്തെ ടൈമിംഗ്. ഇവിടെ ക്രൈം, ആ ക്രൈം എന്താണ്? ഇതിനിപ്പോൾ ജെനുവിനായ പണമാണ് എന്ന് കരുതിക്കൂ. ജെനുവിനായ പണമാണ് എങ്കിൽ ഇവർ വാദിക്കുന്നത് പോലെ അങ്ങനെയാണ് എങ്കിൽ ഏതാണ്ട് 3.5 കോടി രൂപയോടടുത്ത് രൂപ നഷ്ടമാകുമ്പോൾ 3 ദിവസം വൈകി, അതായത് ധർമ്മരാജനോ അല്ലെങ്കിൽ ഷംജീറിനോ സുനിൽ നായിക്കിനോ ഒന്നും സമാന്തര പോലീസൊന്നുമില്ലല്ലോ മോഷ്ടിച്ചു കൊണ്ടുപോയ പണം തിരികെ എത്തിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ നാട്ടിലെ നിയമ സംവിധാനത്തെ തന്നെ പോലീസ് സംവിധാനത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. 3 ദിവസക്കാലമാണ് ഇവർ പരാതി കൊടുക്കുവാൻ വൈകിയത്. അതിനെ നമ്മൾ ടൈമിങ്ങിന്റെ ഒരു പോരായ്മ എന്നൊന്നും പറഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ ആ ക്യാച്ച് നമുക്ക് പിടിക്കുവാൻ കഴിയായിരുന്നു എന്നുള്ള ലാഘവബുദ്ധിയിൽ നമുക്ക് ടൈമിങ്ങിനെ ഇവിടെ ആരോപിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ ഈ FIR-നകത്ത് തന്നെ ചില പൊരുത്തക്കേടുകളുണ്ടല്ലോ, അത് ടൈമിങ്ങിന്റെ ഭാഗമാണോ എന്ന് അദ്ദേഹം പറയട്ടെ. ഇപ്പൊ പണം നഷ്ടപ്പെട്ട ഷംജീറും ധർമ്മരാജനും ഇപ്പൊ സ്പോട്ടിൽ ഈ ക്രൈം നടക്കുന്ന അതേ ദിവസമാണ് ഷംജീർ പരാതി കൊടുക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് പറയാമായിരുന്നു ബാക്കി ബാഗിൽ ഉണ്ടായിരുന്ന പണം എത്രയാണ് എന്ന് ഷംജീറിന് ധാരണയില്ലാത്തത് കൊണ്ട് ഷംജീറിനാകെ 25 ലക്ഷം രൂപയെ പറ്റി മാത്രം ധാരണയുള്ളത് കൊണ്ടാണ് 25 ലക്ഷത്തിന്റെ പരാതി കൊടുത്തതെന്ന്. പക്ഷേ അല്ല, പിന്നെയും 3 ദിവസം കഴിഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ ഷംജീറിന്റെ FIR-ൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 മുതൽ 7 കോടിയെ പ്രതികൾ കൂട്ടായ്മ കവർച്ച നടത്തി മുതൽ അപഹരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കരുതലോടും കൂടി അതങ്ങനെ പ്രൊസീഡ് ചെയ്തിട്ട് KL 56G 6789 നമ്പർ എർട്ടിക കാറിന്റെ മുൻപിലും ഇടതുവശത്തുമായി ഇടിച്ച് ബ്ലോക്ക് ചെയ്ത ആവലാതിക്കാരനെയും സുഹൃത്തിനെയും കാറിൽ വെച്ച് പുറത്ത് വലിച്ചിറക്കി ആ ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം കാറിലുണ്ടായിരുന്ന 25 ലക്ഷം രൂപ, അതാണ് നോട്ട് ചെയ്യേണ്ട പോയിന്റ്, 25 ലക്ഷം രൂപയും 8 ലക്ഷം രൂപ വില വരുന്ന കാറും നഷ്ടമായി. ഇതാണ് FIR-ൽ കൊടുത്തിരിക്കുന്ന പരാതി. അതായത് പ്രാഥമികമായ പരാതി ഇത്ര മാത്രമല്ലേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇരിങ്ങാലക്കുട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് അതിനകത്ത് ഈ FIR ഇടുമ്പോഴത്തേക്കിനെ ഒറ്റ പരാതിക്കാരനേ ഉള്ളൂ, ഷംജീർ. പക്ഷേ ഇന്ന് ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ മുൻപാകെ എത്തുമ്പോൾ 3 പരാതിക്കാരനാണുള്ളത്. 1 ധർമ്മരാജൻ, 2 സുനിൽകുമാർ അഥവാ സുനിൽ നായക്, 3 ഷംജീർ. ഇതിനകത്ത് എത്രയാണ് പറയുന്നത്? 3.25 കോടി രൂപ ഫസ്റ്റ് പെറ്റീഷണറുടെ ഓൺ 2/4/2021 the first petitioner had entrusted an amount of rupees 3.25 crores to Sri Shamjir. The third petitioner, his business acquaintance, with instructions to meet the second petitioner, collect another amount of rupees 25 lakhs from him and thereafter to deliver the money to the first petitioner or his agent at Ernakulam. അപ്പോൾ ഇന്ന് പറയുന്ന പരാതിക്കകത്ത് ഇന്ന് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ക്ലെയിം പെറ്റീഷനകത്ത് പറഞ്ഞിരിക്കുന്നത് 3.5 കോടി രൂപയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ FIR-ൽ നിന്ന് ഇന്ന് ക്ലെയിം പെറ്റീഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ഇതിനകത്ത് നിഗൂഢതകളാണ് വെളിവാകുന്നത്.
മോഷണം പോയ പണം എത്രയാണ്, അതിനകത്ത് 500-1000 രൂപയുടെ വ്യത്യാസം വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ 25 ലക്ഷം രൂപ മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് 26 ലക്ഷം ആയാലും നമുക്കത് പോകട്ടെ എന്ന് വെക്കാം. 25 ലക്ഷം രൂപ മാത്രം മോഷണം പോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ക്ലെയിം പെറ്റീഷനിലേക്ക് എത്തുമ്പോൾ 3.5 കോടി രൂപയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതായത് സന്ദീപ് പറഞ്ഞ മറുപടി താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇത് കോടതിയിൽ ഹർജിയായി നൽകുന്നതാണോ, അതായത് കോടതിക്ക് മുന്നിൽ പറയുന്നതാണോ നിയമപരമായി നിലനിൽക്കുക, അതോ പോലീസിന് മുന്നിൽ പറയുന്നതാണോ എന്ന്? അതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അത് മാത്രമല്ല, ഈ ധർമ്മരാജൻ പോലീസിന് നൽകിയ മൊഴിയിൽ ഈ 25 ലക്ഷത്തിൻ്റെ കണക്ക് എങ്ങനെയാണ് ഷംജീർ അങ്ങനെ പരാതി കൊടുക്കുവാൻ കാരണമായത് എന്ന് പറയുന്നത് ഷംജീറിന് അറിയില്ലായിരുന്നു. ഞാൻ ഷംജീറിനോട് പറഞ്ഞത് 25 ലക്ഷം രൂപയെ കാറിലുള്ളൂ എന്നാണ്, അതുകൊണ്ട് ഷംജീർ അങ്ങനെ പരാതി നൽകിയെന്നാണ്. പക്ഷേ താങ്കൾ നേരത്തെ വായിച്ചു കേൾപ്പിച്ചുവല്ലോ ഹർജിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് 3.25 കോടി രൂപ കൃത്യമായിട്ടും ഷംജീറിന് അറിയാമായിരുന്നു. അത് കാറിൻ്റെ സീറ്റുകൾക്ക് താഴെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന കാര്യവും അറിയാമായിരുന്നു എന്നാണ്. അപ്പോൾ മൊഴിയിലും പൊരുത്തക്കേടുണ്ട്, അത് ഹർജിയിൽ പറയുന്നതും മറ്റൊരു കാര്യമാണ്. ഇനി അതെല്ലാം പോകട്ടെ ശ്രീ മഞ്ജുഷേ. അതായത് ഇതിപ്പോ സ്പോണ്ടേനിയസ് ആയി ഷംജീർ കൊടുത്തിരിക്കുന്ന പരാതി ആയിരുന്നുവെങ്കിൽ ഇതെല്ലാം നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. അപ്പോൾ ഷംജീറിന് തെറ്റിയതാകാം, അല്ലെങ്കിൽ ധർമ്മരാജന് തെറ്റിയതാകാം. 3 ദിവസം കഴിഞ്ഞിട്ട് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ആശയവിനിമയം കൃത്യമായി ത്രൂ പ്രോപ്പർ ചാനലിൽ പ്രോപ്പറായി തന്നെ നടപ്പാക്കിയിട്ടുണ്ടല്ലോ. ഇവർ ഏതെങ്കിലും ഒരു അഭിഭാഷകന്റെ സഹായം കൂടി തേടിയെടുത്തതിന് ശേഷമായിരിക്കുമല്ലോ പരാതി കൊടുത്തത്. അപ്പോൾ അന്നുള്ള പരാതിയിൽ നിന്ന് ഇപ്പോൾ എന്തുകൊണ്ട് ക്ലെയിം കൂടിയെന്ന് ചോദിച്ചാൽ പോലീസ് 1.40 കോടി രൂപ കണ്ടെത്തി. അവർക്ക് തന്നെ അറിയാം ഇത് ഇവരുടെ ഒന്നും കയ്യിൽ ഉദ്ദേശിക്കുന്ന, ഇവരൊന്നും കരുതുന്ന പണത്തിന് അപ്പുറമുള്ള പണമാണ് എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ക്ലെയിം പെറ്റീഷൻ എത്തുമ്പോൾ കൂടുതൽ പണം ആവശ്യപ്പെടുന്നത്. മറ്റൊരു പൊരുത്തക്കേട്, അന്ന് ധർമ്മരാജൻ മൊഴിയായി പറഞ്ഞിരുന്നത് എറണാകുളത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന പണമെന്നായിരുന്നു. ഇപ്പോൾ പറയുന്നു ഡൽഹിയിലെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന പണമാണ് എന്ന് പറയുന്ന പൊരുത്തക്കേട് ഉണ്ടാകുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ ഈ ധർമ്മരാജന്റെ വക്കാലത്ത് പിടിച്ച ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നല്ലോ, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രീ വി മുരളീധരൻ, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ, നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ലേ, 25 ലക്ഷം രൂപ മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ധർമ്മരാജന്റെ കയ്യിൽ ആകെ 25 ലക്ഷം രൂപയെ നഷ്ടമായുള്ളൂ. അന്ന് അദ്ദേഹം പറഞ്ഞ വിചിത്രമായ ഒരു ഉദാഹരണം നമ്മൾ മറന്നുപോയോ? അതായത് ഇപ്പോൾ ഒരു വിമാനം അപകടപ്പെട്ട് ഒരു ശ്മശാനത്തിൽ വീഴുന്നു. വിമാനത്തിലാകെ 200ഓളം യാത്രക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ശ്മശാനത്തിൽ നിന്ന് ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ട് ഇതെല്ലാം ഈ വിമാനത്തിൽ നിന്ന് വന്നതാണെന്ന് പറയുവാൻ കഴിയുമോ എന്ന് പറയുന്ന പോലെ 25 ലക്ഷം രൂപ മാത്രം ധർമ്മരാജൻ പരാതി കൊടുക്കുന്നു. പോലീസ് കൂടുതൽ കണ്ടെത്തുന്നു. അത് മുഴുവൻ ധർമ്മരാജന്റെ ആണെന്ന് പറയുവാൻ കഴിയുമോ എന്ന് ചോദിച്ച് ധർമ്മരാജന്റെ വക്കാലത്ത് പിടിച്ചിരുന്നല്ലോ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി. അദ്ദേഹത്തിന്റെ റാങ്ക് ആൻഡ് ഫയൽ വെച്ചിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത്. അപ്പൊ ഇവരെല്ലാം ഓരോ ദിവസം ഇവർ ഓരോ രീതിയിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വെപ്രാളമാണ് ശ്രീ മഞ്ജുഷേ. പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച കാര്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട കുഴലിട്ടാൽ എന്ന്. അത് ശരിയായി വരികയാണോ? ഒന്നും കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അല്ല, അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. അതായത് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ TG മോഹൻദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോദിയൊക്കെ ഗുജറാത്തിൽ ചെയ്ത പോലെ ഒരു സാമുദായിക കലാപം ഉണ്ടാക്കിയാലും വേണ്ടില്ല, വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് രീതിയിലും ഇവർ ഡൈവേർട്ട് ചെയ്യും. കാരണം ഇവർ പിടിക്കപ്പെടുവാൻ പോവുകയാണ്. അപ്പോൾ മുങ്ങിച്ചാകുവാൻ പോകുന്നയാൾക്ക് കിട്ടുന്ന കച്ചിത്തുരുമ്പുകളിലെല്ലാം അവർ പിടിക്കും. അത്തരത്തിലൊരു കച്ചിത്തുരുമ്പായിരുന്നു ഇന്നത്തെ ക്ലെയിം പെറ്റീഷൻ. ആ ക്ലെയിം പെറ്റീഷൻ കച്ചിത്തുരുമ്പായതുകൊണ്ട് ഇതിന് ബലമുണ്ടോ ഇല്ലയോ നോക്കിയില്ല, ഇവർ കയറി പിടിക്കുക ചെയ്തത്. ക്ലെയിം പെറ്റീഷൻ കൊടുക്കുമ്പോൾ ഇന്ന് കോടതി തള്ളിയത് വളരെ നിസ്സാരമായ ഒരു ടെക്നിക്കൽ റീസൺ പറഞ്ഞിട്ടാ. നമ്മുടെ നാട്ടിൽ കോടതിയിൽ പോകുന്ന ഏതൊരു അഭിഭാഷകനും അറിയാം, അതായത് ഇപ്പൊ 3 പേരുടെ ക്ലെയിം ആണ് എങ്കിൽ 3 സെപ്പറേറ്റ് ക്ലെയിം പെറ്റീഷൻ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അതിന്റെ ഒഴിവാവുകയില്ലേ 3 പേരും 3ആയിട്ട്? ശ്രീ മഞ്ജുഷ് ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിയമപാഠം പോലും ഇവർ തെറ്റിക്കുന്നത്, ഇവർ മറന്നു പോകുന്നത്, ഇവർ ആകെ അടിമുടി വെപ്രാളത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അത് തന്നെയാണ് എൻ്റെ പോയിന്റ്. താങ്കൾ പറഞ്ഞത് തന്നെയാണ് എൻ്റെ പോയിന്റ്. പിന്നെ ഇവിടെ താങ്കൾ സൂചിപ്പിച്ചു, നിയമസഭയിൽ ഞങ്ങളും പറഞ്ഞ ആശങ്കയാണ്. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ സംസ്ഥാന സർക്കാർ, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ BJPക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്യുമെന്ന് വിശ്വസിക്കുവാൻ ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും മാധ്യമങ്ങളിൽ ബ്രേക്ക് ചെയ്തൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. വളരെ ആധികാരികമായ സോഴ്സുകളിലൂടെ എനിക്കുൾപ്പെടെ ലഭ്യമായ വാർത്തയായിരുന്നു. സുരേന്ദ്രന്റെ രക്തബന്ധത്തിലുള്ള തന്റെ മകൻ ചോദ്യം ചെയ്യുവാൻ പോവുകയാണ്. ആ ദിവസം തൊട്ട്
ആ ദിവസം തൊട്ട് ഈ കേസ് പിന്നെ മുന്നോട്ട് പോകുന്നില്ല. അവിടെ സ്റ്റക്കായി ആ കേസ്. എന്തുകൊണ്ടാണ് സ്റ്റക്കായതെന്ന് ചോദിച്ചാൽ, ഇന്ന് ബാംഗ്ലൂരിൽ മറ്റൊരു കേസ് ഇതുപോലെ വന്നിരുന്നു. ഇന്ന് ഇ ഡിയുടെ അഭിഭാഷകന് ഹാജരായില്ല. അപ്പോൾ 2 മക്കളെ ചൊല്ലി ഈ കേസ് ഡീല് ചെയ്യപ്പെടുമോ എന്നുള്ള ആശങ്ക നിയമസഭയിൽ നമ്മൾ പങ്കുവച്ചതാണ്, പൊതുസമൂഹത്തിൽ നമ്മൾ പങ്കുവച്ചതാണ്, മാധ്യമ പ്രവർത്തകർ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉന്നതനായ CPM നേതാവിന്റെ മകനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ കേസ് കേരളത്തിൽ CPMകാർ BJPക്ക് സെറ്റിൽ ചെയ്തു കൊടുത്താൽ ഇതിനകത്തൊരു തർക്കവുമില്ല. ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞതിനകത്ത് ഉള്ള ഏറ്റവും വലിയ പൊരുത്തക്കേടെന്ന് പറയുന്നത്, ഏതെങ്കിലും BJPക്കാരനെ പിടിച്ചു ഒരു മോഷണ കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ല ലൈക്കേണ്ട BJP നേതാക്കന്മാരെ എല്ലാം ചോദ്യം ചെയ്യുവാൻ വേണ്ടി വിളിപ്പിച്ചത്. അതായത് ധർമ്മരാജൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. അനീഷിനെ ചോദ്യം ചെയ്തു, ഹരിയെ ചോദ്യം ചെയ്തു, കർത്തയെ ചോദ്യം ചെയ്തു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഗണേശൻ, സംഘടനാ ചാർജുള്ള ജനറൽ സെക്രട്ടറി ഗണേശനെ ചോദ്യം ചെയ്തു. BJPയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സതീഷിനെ ചോദ്യം ചെയ്തു. ഇനി അടുത്ത ചോദ്യം ചെയ്യുവാൻ പോകുന്നത് ധർമ്മരാജൻ 21 തവണ വിളിച്ചതിനകത്ത് ഒരു കോള് ചെന്നിരിക്കുന്നത് സുരേന്ദ്രന്റെ മകനാണ്. സുരേന്ദ്രന്റെ മകന്റെ പ്രത്യേകത നമുക്കറിയാം. ഇലക്ഷൻ കാലഘട്ടത്തിൽ സുരേന്ദ്രന്റെ സാരഥിയായിരുന്നു. അപ്പൊ ആ മകനെ ചോദ്യം ചെയ്യുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മകന് പറയാൻ ഇനി ഒറ്റ പേരേ ഉള്ളൂ, അച്ഛന്റെ പേര് സുരേന്ദ്രന്റെ പേര്. ആ പേരിലേക്ക് സമയത്താണ് ചെയ്യപ്പെടുവാൻ പോകുന്നത് എങ്കിൽ പരസ്പര ധാരണ, മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മഹത്യയായിരിക്കും. ശരി രാഹുൽ, മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരസ്പര ധാരണ ഉണ്ടാകുന്നുണ്ടോ? രാഹുലിന്റെ ഈ ഗുരുതരമായ ആരോപണത്തിലുള്ള മറുപടി ആദ്യം. അല്ല മഞ്ജുഷ്, ഞാൻ അവിടുന്ന് മറുപടി പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഈ ചർച്ചയുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് ഘടകവിരുദ്ധമായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. കാരണം ഇവിടെ രാഹുൽ ഉന്നയിക്കുന്ന ഏതെങ്കിലും ആശങ്കയ്ക്കപ്പുറത്തേക്ക് നമ്മൾ സന്ദീപ് പറയുന്ന കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഗൗരവത്തോടുകൂടി പോകേണ്ടത്. സന്ദീപ് പറയുന്നത്, അവസാനം സന്ദീപ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ, ഞാൻ ധർമ്മരാജൻ്റെ ആളല്ല, ഞാൻ BJPയുടെ പ്രതിനിധിയാണെന്ന് പറഞ്ഞു. പക്ഷേ BJPയുടെ 3 നേതാക്കന്മാർ കുറേ കാലം മാളത്തിൽ ഒളിച്ചതിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടൊരു പത്രസമ്മേളനം നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. ശ്രീ കുമ്മൻ രാജശേഖരനും അതുപോലെ തന്നെ ശ്രീ V മുരളീധരനും പിന്നെ K സുരേന്ദ്രൻ ചേർന്നുകൊണ്ട് നടത്തിയ ഒരു സംയുക്ത പത്രസമ്മേളനം. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും അവർ ചെവി കൊടുത്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം. പക്ഷേ അതിൽ ശ്രീ V മുരളീധരൻ പറഞ്ഞൊരു ശവത്തിൻ്റെ കണക്കുണ്ടായിരുന്നു. അതായത് 25 ലക്ഷം രൂപ കളവ് പോയി എന്ന് പറഞ്ഞതിനെ ഉദാഹരിക്കാൻ വേണ്ടി പറഞ്ഞ ശവത്തിൻ്റെ കണക്ക്, സെമിത്തേരിയിൽ ശവപ്പറമ്പിൽ വീണ വിമാനത്തിൻ്റെ കണക്കായിരുന്നു പറഞ്ഞത്. എല്ലാം ഇദ്ദേഹത്തിൻ്റെതാണോ ധർമ്മരാജൻ്റെതാണോ എന്നാണ് ചോദിച്ചത്. ധർമ്മരാജനെ വെള്ളപൂശാനാണ്. ഇപ്പോൾ ശ്രീ സന്ദീപ് മറുപടി പറയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് 25 ലക്ഷം രൂപയുടെ ശവമായിരുന്നോ അല്ല 3.5 കോടിയുടെ ശവമായിരുന്നോ ശ്രീ V മുരളീധരൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ മതി. ഇന്നലെ തന്നെ സന്ദീപ് വാര്യർ മറ്റൊരു ചർച്ചയിൽ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ CC ചെയ്ത പണവും ഇനി CC ചെയ്യാൻ വേണ്ടി പോകുന്ന പണവും എല്ലാം ഞങ്ങളുടെ തന്നെയാണ് എന്ന് ധർമ്മരാജൻ കോടതിയിൽ പോയി പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് പ്രശസ്തമായ ചോദ്യം, 2 കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഒന്ന് അപ്പോൾ ഇത്രയും പണം പോയിട്ട് 3.5 കോടി രൂപ പോയിട്ട് വെറും 25 ലക്ഷം രൂപയ്ക്ക് മാത്രം കേസ് കൊടുക്കാൻ എന്ത് വിശാല മനസ്കതയായിരുന്നു ഉണ്ടായിരുന്നത്? ടൈമിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, അത് ക്ലീശയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, 25 ലക്ഷം കളവ് പോയപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടി എടുത്തത് 4 ദിവസം. ആ 4 ദിവസത്തിനിടയിൽ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ഈ പണം നഷ്ടപ്പെട്ടിട്ട് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കല്ല, അവർ തിരിച്ച് കോഴിക്കോടേക്ക് പോവുകയായിരുന്നു. പിന്നീട് പല ആലോചന നടത്തി. BJPയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തി. ചില ആളുകളെയെല്ലാം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം കണ്ണൂരിൽ പോയൊരു അന്വേഷണം നടത്തി. എന്നതിന് ശേഷം ഒരു ധാരണയായി നിയമോപദേശം വാങ്ങി 25 ലക്ഷത്തിൻ്റെ പരാതി കൊടുത്തു. 4 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. ഇപ്പോൾ ഈ പറയുന്ന 3.5 കോടിയുടെ പരാതി കൊടുക്കുന്നത് സന്ദീപ് നേരത്തെ പറഞ്ഞ ഈ 2 മാസം കഴിഞ്ഞിട്ടാണല്ലോ. 2 മാസം കഴിഞ്ഞു 3.5 കോടി രൂപ എൻ്റേതാണെന്ന് പറയാനുള്ള കാലതാമസമാണ്. അതും വലിയ ക്ലീശയാണോ ആ കാലതാമസവും എന്ന് സന്ദീപ് വാര്യർ തന്നെ പറയണം. നമുക്കൊക്കെ സാധാരണ മനുഷ്യരാണല്ലോ ഈ ചർച്ച കാണുന്ന നമ്മൾ ഓരോരുത്തരും. നമുക്കൊക്കെ 1000-ഓ അല്ലെങ്കിൽ 5000-ഓ 10,000 രൂപയോ ഒരു യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടാൽ, ഒരു ട്രെയിൻ യാത്ര പോലും നമ്മൾ ഉപേക്ഷിച്ച് തൊട്ടടുത്ത വഴിയിലാണ് നഷ്ടപ്പെട്ടതെങ്കിൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ പോയി നമ്മൾ പരാതി കൊടുക്കുകയല്ലേ ചെയ്യുക സാധാരണ മനുഷ്യർ. ഇവിടെ 25 ലക്ഷം രൂപ പോയിട്ട് 4 ദിവസത്തേക്ക് പരാതിയില്ല. പിന്നെ 3.5 കോടി പോയിട്ട് 2 മാസത്തേക്ക് പരാതിയില്ല. നിങ്ങൾ ആദ്യം ശ്രീ സന്ദീപ് വാര്യർ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഒരു പരസ്പര ധാരണയിലെത്തണം.
BJPയുടെ നേതാക്കന്മാർ പറയുന്നതിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി മുരളീധരൻ്റെ ഫ്ലൈറ്റൊക്കെ ഈ ശവപ്പറമ്പിലെല്ലാം പോയി ക്ലാഷ് ചെയ്ത് വീഴുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് കാണേണ്ടതുണ്ട്. അവിടെ ശവങ്ങൾ പൊറുക്കിയെടുക്കേണ്ട സാഹചര്യം വരും. പിന്നെ ആ ശവത്തിൻ്റെ കണക്കൊക്കെ കൂട്ടാൻ ഇത്തിരി പ്രയാസപ്പെടും. അതാ പ്രശ്നം. ശരി, മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇതിൽ കേരള പോലീസിന് അന്വേഷണത്തിന് ഒരു പരിമിതി വന്നിട്ടുണ്ടോ? ഇതിപ്പോൾ കള്ളപ്പണ ഇടപാടിലേക്ക് വെളിച്ചം വീശുകയാണെങ്കിൽ കേരള പോലീസിന്റെ അന്വേഷണം എവിടം വരെ കൊണ്ടുപോകാൻ കഴിയും? അതിനുള്ള പരിമിതിയും ഉണ്ടല്ലോ. പക്ഷേ ഈ അന്വേഷണം കൈമാറുവാനുള്ള ഒരു മടിയും ഉണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടൽ വരും, കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിച്ചാൽ അങ്ങനെയുള്ള ആശങ്കയും. അങ്ങനെ വഴി മുട്ടിയിട്ടുണ്ടോ ഈ അന്വേഷണം? അങ്ങനെ ഒരു ആശങ്കയും ഉണ്ട് കേട്ടോ. ഇപ്പോൾ രാഹുലൊക്കെ ആ ഒരു ആക്ഷേപം അല്ല, ആശങ്ക ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. പൊതുസമൂഹത്തിനുള്ളതാണ് ആശങ്ക. കാരണം അന്വേഷണം എങ്ങോട്ടും എത്തുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഭയം. എനിക്കൊരല്പസമയം തരണം. എനിക്ക് ഒരു കാര്യം, താങ്കൾ അതിലേക്ക് പോകാനാണ് ഈ ചർച്ചയിൽ കൂടുതൽ താല്പര്യം. എന്നോട് ചോദിച്ച ചോദ്യത്തിൽ അതിലാണല്ലോ പെടുന്നത്. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സന്ദീപിനോട് വേഗത്തിൽ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. അദ്ദേഹത്തിന് മറുപടി പറയാമല്ലോ. ഒന്ന്, ഇലക്ഷൻ കാലത്ത് 50,000 രൂപയിലധികം ആർക്കും, ഒരു മനുഷ്യനും കേരളത്തിൽ കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. ആ സമയത്താണല്ലോ 25 ലക്ഷം രൂപ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അത് കള്ളപ്പണമാവുമല്ലോ. പിന്നെ അതേ സമയത്ത് തന്നെ ഈ നോട്ട് നിരോധിച്ച സമയത്ത് നമുക്കറിയാം 2 ലക്ഷം രൂപയിൽ കൂടുതൽ ആരും കൊണ്ടു നടക്കരുത്, അത് കള്ളപ്പണമായിരിക്കും എന്നുള്ളതായിരുന്നു പുതിയ നിയമം. അങ്ങനെയാണെങ്കിൽ 3.5 കോടി രൂപ കൊണ്ട് നടക്കുന്നത് ആ കള്ളപ്പണത്തിൻ്റെ പരിധിയിൽ വരില്ലേ എന്നതും കൂടി പറയണം. അങ്ങനെ ഡിജിറ്റൽ അല്ലാതെ പണം കൊണ്ടു നടക്കുന്നത് ശരിയല്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മോദിയുടെയും BJP നേതാക്കന്മാരുടെയും നാട്ടിലല്ലേ ഈ സംഭവം നടക്കുന്നത്? അപ്പോൾ നിങ്ങൾ ആദ്യം ഈ 3.5 കോടി രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ, ഇപ്പോൾ കോടതിയിൽ പോയി പരാതി കൊടുത്ത ധർമ്മരാജനെ പറ്റി ഇന്നലെ ഞങ്ങളോട് ചിലത് പറഞ്ഞു പോയിട്ടുണ്ട്. അതിന് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു എന്നല്ലേ ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയേണ്ടിയിരുന്നത്? അത് പറഞ്ഞിട്ടില്ലല്ലോ. അതായിരുന്നല്ലോ പറയേണ്ടത്. പിന്നെ നമ്മൾ കാണേണ്ടത് ഇവിടെ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലുമുള്ള വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുകയാണ്. CK ജാനുവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ഞങ്ങൾക്കൊരു ഇടനിലക്കാരിയുടെ ആവശ്യമില്ല എന്നാണ്. ഇന്നലെ നിങ്ങൾ പ്രസീതയുമായി സംസാരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നിരിക്കുന്നു. ഇതെല്ലാം കാണുകയാണല്ലോ. അപ്പോൾ നേരിട്ട് വിളിക്കാമെങ്കിൽ എന്തിന് പ്രസീതയുടെ ഫോണിൽ കൂടെ CK ജാനുവുമായി സംസാരിച്ചു? ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ പരാതി കൊടുത്ത സുനിൽ നായിക് അല്ലേ? ശരി, ഇതെല്ലാം പൊതുവായ ആശങ്ക തന്നെയാണ്. അത് വാര്യർ അതിന് മറുപടി പറയേണ്ടതുമാണ്. ആദ്യമൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ പലതരത്തിലുള്ള മറുപടികൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ അന്വേഷണം എങ്ങോട്ട് പോകും? നമ്മളിങ്ങനെ ദിവസേന ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ മറുവാദം BJPക്ക് ഉന്നയിക്കുവാനുള്ള അവസരം കിട്ടുകയാണ്. ഒരാൾ പോലും പ്രതിയാകുന്നില്ലല്ലോ എന്ന്. അതിന് നമ്മൾ എന്ത് മറുപടി നൽകും? ശ്രീ മഞ്ജുഷ്, ഒരു കാര്യം, അതിന് നേരത്തെ ഇവിടെ സന്ദീപ് വാര്യരും പറയുന്നു, അതുപോലെ തന്നെ ഇവിടെ രാഹുലും നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം, നിയമസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മറുപടി പറയുമ്പോൾ ഇത് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അതിൽ ആരെങ്കിലും പ്രതിയാണ് അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി അടുത്ത് പറയുക എന്താണ്? ഇത് അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പ്രതികളെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു എന്നെല്ലാം പറയും. അതെല്ലാം അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നതിനിടയിൽ, അതിൻ്റെ ഇടയിൽ ആണ് നാം ആ കാര്യങ്ങൾ അറിയേണ്ടത്. ശ്രീ മഞ്ജുഷ്, ഒരു കാര്യം പറയട്ടെ. അതായത് എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് പറയുന്ന ശബ്ദം കേൾക്കുന്നില്ല. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് അതുകൊണ്ടാണ് താങ്കൾ പറയുന്നത് എനിക്ക് ഒരു മുഴക്കം പോലെ മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്താണ് എന്ന ചോദ്യം എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അവസാനിപ്പിക്കാം. അതായത് ആ നിലയിലെല്ലാം പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് ഒരു ചെറിയ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 3.5 കോടി രൂപയുടേതുമല്ല. ഈ കൊണ്ടുവന്ന പണം തന്നെ 9.80 കോടി ഉണ്ടായിരുന്നുവെന്നും അതിൽ 6.30 കോടി രൂപ തൃശ്ശൂരിൽ കൊടുത്തിട്ടാണ് ആലപ്പുഴയ്ക്ക് പോകുന്നതെന്നും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഇവർ A ക്ലാസ് മണ്ഡലമായി കരുതിയ മണ്ഡലങ്ങളിലേക്ക് വരുന്ന 5 കോടി വെച്ച് 200 കോടിയും B ക്ലാസും C ക്ലാസുമായ മണ്ഡലങ്ങളിലേക്കെല്ലാമായി ഏതാണ്ട് 1,700 കോടി രൂപ
ഇവരുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി തന്നെ കടത്തിയ ഒരു കേസാണിത്. അപ്പോൾ അതിൻ്റെ അന്വേഷണം ആ രീതിയിലെല്ലാം പോകേണ്ടതുണ്ട്. അതുമാത്രമല്ല, നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇത് സന്ദീപ് വാര്യർ ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വന്ന് ഇതിനെ ന്യായീകരിക്കുമ്പോൾ എന്തിനായിരുന്നു ഈ വിഷയത്തെ അന്വേഷിക്കാൻ വേണ്ടി, തങ്ങളുടെ പണം നഷ്ടപ്പെടുത്തിയതിനെ അന്വേഷിക്കാൻ വേണ്ടി ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ള ഒരു 3 അംഗ സമിതിയെ എന്തിനായിരുന്നു BJP തന്നെ ചുമതലപ്പെടുത്തിയത്? ഈ അന്വേഷണമെല്ലാം നടക്കുമ്പോൾ നിങ്ങളെ വിശ്വാസത്തിലില്ലാത്തതാണ്. ഇനി കള്ളപ്പണമായി ഈ കൊടുത്തയച്ച, തെരഞ്ഞെടുപ്പിൽ പമ്പ് ചെയ്യാൻ നിങ്ങൾ കൊടുത്തയച്ച പണം കെ സുരേന്ദ്രൻ നേതൃത്വത്തിൽ ചെലവഴിച്ചതിൽ ഉള്ള ദുരൂഹത മാറ്റണമെന്ന് BJP നേതൃത്വത്തിന് ഉൾപ്പെടെ താല്പര്യമുണ്ട്. ഞാൻ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ശബ്ദ സംവിധാനത്തിലുള്ള പ്രശ്നവും പരിഹരിക്കാം. ഞാൻ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സന്ദീപ് വാര്യരുടെ മറുപടി.